ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടക്കുകയാണ്. ആൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾസ്. സെക്ഷൻ 14 ആണത് പറയുന്നത്. Section 14 of the Companies Act 2013 vests companies with the power to alter or add to its articles. A company cannot divest itself these powers. Matters as to which the memorandum is silent can be dealt with by the alteration of articles. Section 14 of the Companies Act 2013 vests companies with the power to alter or add to its articles. This law, with respect to alteration of articles, is as follows. അപ്പോൾ നമ്മൾ പറയുന്നത് സെക്ഷൻ 14 ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനെ പറ്റി ആൾട്ടർ ചെയ്തതിനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പം കമ്പനീസിൻ്റെ ആക്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കമ്പനിക്ക് ഒരു പവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണെന്ന് മീൻ ചെയ്യുക. അപ്പം കമ്പനിക്ക് ഒരു പവറുണ്ട് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ആഡ് ചെയ്യാനും അതുപോലെ ആൾട്ടർ ചെയ്യാനും ആർട്ടിക്കിൾസ് ആൾട്ടർ ചെയ്യാനുള്ളൊരു പവറുണ്ട്. ആ പവറിൽ നിന്നൊരിക്കലും കമ്പനിക്ക് വ്യതിചലിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പവർ ഓൾറെഡി കമ്പനിക്ക് തന്നെ നിലവിലുണ്ട്. ഓക്കെ, അപ്പം കമ്പനിക്ക് ലോയിൽ നിക്ഷിപ്തമായിട്ട് എന്താ ചെയ്യാം, കമ്പനിക്ക് ആർട്ടിക്കിൾസ് ആൾട്ടർ ചെയ്യാനും അതുപോലെ ആഡ് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഏതെല്ലാം തരത്തിലാണ് ആൾട്ടറേഷൻസിൻ്റെ ആർട്ടിക്കിൾസ്, ഏതെല്ലാം കാര്യങ്ങളിലാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആൾട്ടർ ചെയ്യുന്നതിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. ആൾട്ടറേഷൻ ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ, ഓഫ് കോഴ്സ് നമ്മളത് മറ്റേതിനകത്തും കണ്ടതാണ്. അപ്പം subjected to the provision of this act and the conditions contained in its memorandum, if any company may be special resolution alterates. അപ്പം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആൾട്ടർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ലോയിൽ പ്രകാരം, അതായത് ആക്റ്റിലുണ്ട്, പ്രൊവിഷൻ ഉണ്ട്, അതുപോലെ മെമ്മോറാണ്ടത്തിൽ ഉണ്ടായാലും എന്താ പറയുന്നത്, നമുക്ക് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യണം, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ആൾട്ടറേഷൻസ് ഇൻക്ലൂഡ് കൺവേർഷൻ ഓഫ് കമ്പനീസ്. അപ്പം കമ്പനി കൺവേർഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പ്രൈവറ്റ് കമ്പനി ടു പബ്ലിക് കമ്പനി ആയാലും പബ്ലിക് കമ്പനി ടു പ്രൈവറ്റ് കമ്പനി ആയാലും ആർട്ടിക്കിൾസ് എന്തോ ചെയ്യണം, ആൾട്ടർ ചെയ്തേ മതിയാവൂ. സോ ആൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾസ് ഇൻക്ലൂഡ് ആൾട്ടറേഷൻ ഹാവിങ് ദ എഫക്റ്റ് ഓഫ് കൺവേർഷൻ എ പ്രൈവറ്റ് കമ്പനി ഇൻറ്റു പബ്ലിക് കമ്പനി, എ പബ്ലിക് കമ്പനി ഇൻറ്റു പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി ആയാലും പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി ആയാലും ഓഫ് കോഴ്സ് നമുക്ക് എന്ത് വേണം, ആർട്ടിക്കിൾസ് ആൾട്ടർ ചെയ്യണം. Even where a company being a private company alters its article in such a manner that they no longer include the restrictions and limitations which are required to be included in the articles of a private company under this act, then such a company shall as from the date of such alteration ceases to be a private company. അപ്പം ഈ നമ്മുടെ ഒരു കമ്പനി പ്രൈവറ്റ് കമ്പനി ആയിട്ട് നിലനിന്നാൽ പോലും അതിൻ്റെ ആർട്ടിക്കിൾസിൽ ആൾട്ടർ ചെയ്തതിൽ കുറച്ച് റെസ്ട്രിക്ഷൻസും ലിമിറ്റേഷൻസും ഉണ്ട്. അത് പക്ഷേ അത് ചെയ്യേണ്ടിയിരുന്നതാണ്, ആർട്ടിക്കിൾസിൽ വരേണ്ടിയിരുന്നതാണ്. എന്നാൽ വന്നില്ല എങ്കിൽ പോലും എന്താ പറയുന്നത്, ആർട്ടിക്കിൾസ് ആൾട്ടർ ചെയ്തിട്ട് വരേണ്ടുന്ന കാര്യങ്ങൾ വന്നില്ലെങ്കിൽ പോലും നമ്മുടെ ഈ പ്രൈവറ്റ് കമ്പനി എന്നുള്ള ആ ഒരു സ്റ്റാറ്റസ് എന്തോ ചെയ്യും, സീസ് ചെയ്യപ്പെടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് കമ്പനിയായിട്ട് നിലനിന്നാൽ പോലും ആർട്ടിക്കിൾസ് ആൾട്ടർ ചെയ്യുന്ന സമയത്ത് വരേണ്ടിയിരുന്ന റെസ്ട്രിക്ഷൻസും അതുപോലെ തന്നെ ലിമിറ്റേഷൻസും ഇല്ല എങ്കിൽ പ്രൈവറ്റ് കമ്പനി എന്നുള്ള സ്റ്റാറ്റസ് എന്തോ ചെയ്യും, ആ ആൾട്ടർ തൊട്ടുള്ളത് അത് സീസ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് എനി ആൾട്ടറേഷൻ ഹാവിങ് ദ എഫക്റ്റ് ഓഫ് കൺവേർഷൻ ഓഫ് എ പബ്ലിക് കമ്പനി ഇൻറ്റു പ്രൈവറ്റ് കമ്പനി ഷാൽ നോട്ട് ബി വാലിഡ് അൺലെസ് ഇറ്റ് ഈസ് അപ്രൂവ്ഡ് ബൈ ആൻ ഓർഡർ ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. അപ്പം പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി ആയിട്ട് മാറുന്നതിന്, പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി ആയിട്ട് മാറുന്നതിന് എന്ത് വാലിഡാണ്, എന്ത് വേണം, ഓർഡർ ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. അപ്പം പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി ആയിട്ട് മാറുന്നതിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ അപ്രൂവൽ വേണം. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഓർഡർ വന്നാൽ മാത്രമേ എന്ത് പറ്റത്തുള്ളൂ, പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി ആയിട്ട് മാറുന്നതിനുള്ള ആൾട്ടറേഷൻസ് എഫക്റ്റ് ആവത്തുള്ളൂ. മനസ്സിലായോ? Provide also any application pending before the tribunal as on the date of commencement of the company's ordinance 2009b shall be disposed of by the tribunal in accordance with the provisions applicable to it before such a commencement. അപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ട്രിബ്യൂണലിൻ്റെ മുമ്പാകെ എന്താ പെൻഡിങ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഓർഡിനൻസ് 2019 പ്രകാരം ഷാൽ ബി ഡിസ്പോസ്ഡ് ഓഫ് ബൈ ദ ട്രിബ്യൂണൽ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ ടു ഇറ്റ് ബിഫോർ സച്ച് എ കമൻസ്മെൻറ്റിന് മുമ്പായിട്ട് എന്തോ ചെയ്യും, ഈ ട്രിബ്യൂണൽ എന്തോ ചെയ്യും, അത് ഡിസ്പോസ് ചെയ്യും. ഫയലിംഗ് ഓഫ് ആൾട്ടറേഷൻ വിത്ത് ദ രജിസ്ട്രാർ. അപ്പം രജിസ്ട്രാറിന് മുമ്പിൽ എന്തോ ചെയ്യണം, നമ്മൾ ഈ
ആൾട്ടർ ചെയ്ത ആർട്ടിക്കിൾസ് എന്ത് ചെയ്യണം? ഫയൽ ചെയ്യണം. സോ എവറി ആൾട്ടറേഷൻ ഓഫ് ദ ആർട്ടിക്കിൾസ് ആൻഡ് എ കോപ്പി ഓഫ് ഓർഡർ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവിംഗ് ദ ആൾട്ടറേഷൻ ഷാൾ ബി ഫൈൽഡ് വിത്ത് ദ രജിസ്റ്റർ ടുഗദർ വിത്ത് എ പ്രിന്റഡ് കോപ്പി ഓഫ് ദ ആൾട്ടർ ആർട്ടിക്കിൾ വിത്തിൻ എ പീരീഡ് ഓഫ് 15 days. സച്ച് എ മാൻ ആസ് മേ ബി പ്രിവഡ് ഹൂ ഷാൾ ബി രജിസ്റ്റർ ദ സെയിം. അപ്പം കമ്പനിയുടെ ആർട്ടിക്കിൾസ് ആൾട്ടർ ചെയ്തതിന് വിത്തിൻ 15 days 15 ദിവസത്തിനുള്ളിൽ ആൾട്ടർ ചെയ്തതിൻ്റെ കോപ്പിയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ നെസസറി ഉള്ള കേസിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവ് ചെയ്ത ഓർഡറും കൊണ്ട് കോപ്പിയും കൂടെ ഇത് രണ്ട് രജിസ്ട്രാർക്ക് മുമ്പേ എന്ത് ചെയ്യണം? ഫയൽ ചെയ്തിരിക്കണം. അത് രജിസ്റ്ററും ചെയ്തിരിക്കണം. എനി ആൾട്ടറേഷൻ മെയ്ഡ് ഷാൾ ബി വാലിഡ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. എനി ആൾട്ടറേഷൻ ഓഫ് ദ ആർട്ടിക്കിൾ രജിസ്റ്റേർഡ് ആസ് എബോവ് ഷാൾ സബ്ജക്ട് ടു ദ പ്രൊവിഷൻ ഓഫ് ബി വാലിഡ് ആസ് ഇഫ് ഈസ് ഒറിജിനലി കണ്ടെയ്ൻഡ് ഇൻ ദി ആർട്ടിക്കിൾസ്. അപ്പം ഏതെങ്കിലും ആൾട്ടറേഷൻസ് ആർട്ടിക്കിൾസ് വരുത്തിയതിന് ശേഷം അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് നമ്മുടെ ആക്റ്റിൽ പറയുന്ന പ്രൊവിഷൻ പ്രകാരം ചെയ്താൽ അതെന്തു ആവും? വാലിഡ് ആവും. ഇഫ് ഇറ്റ് വെയർ ഒറിജിനലി കണ്ടെയ്ൻഡ് ഇൻ ദ ആർട്ടിക്കിൾസ്. അപ്പം അത് നമ്മുടെ ആർട്ടിക്കിൾസിൽ അടങ്ങിയിരുന്ന അതെന്തോ ചെയ്യും? അവിടെ തൊട്ട് പിന്നെ എന്തോ ആയിരിക്കും? വാലിഡ് ആയിരിക്കും. ആൾട്ടറേഷൻ എല്ലാം വാലിഡ് ആയിരിക്കും. അതെന്തോ വേണം? സ്പെഷ്യൽ റെസൊല്യൂഷൻ ആയിരിക്കണം. സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ വേണ്ടുന്നതിന് അപ്രൂവൽ മേടിച്ചിരിക്കണം. അതെന്തോ ചെയ്യണം? രജിസ്ട്രാർക്ക് മുമ്പിൽ ഫയൽ ചെയ്തിരിക്കണം. അപ്പോൾ എന്തോ ചെയ്യും? ഈ ആൾട്ടറേഷൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾസിന് എന്തായാലും വാലിഡ് ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ആൾട്ടറേഷൻ നോട്ടഡ് ഇൻ എവറി കോപ്പി. അപ്പം ഓരോ കോപ്പിയിലും ആൾട്ടറേഷൻ എന്തോ ചെയ്യണം? നോട്ട് ചെയ്തിരിക്കണം. എവറി ആൾട്ടറേഷൻ മെയ്ഡ് ഇൻ ദ ആർട്ടിക്കിൾസ് of a company shall be noted in every copy of the article as the case may be. If a company makes any default in compliance with the stated provision, the company and every officer who in default shall be liable to penalty of 1,000 rupees for every copy and article issued with such a alteration. അപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഇത്രയാണ്. ആൾട്ടറേഷൻസ് എന്ന് പറയുന്നത് എവരി കോപ്പി ഇഷ്യൂ ചെയ്ത ഓരോ കോപ്പിയിൽ എന്ത് ചെയ്യണം? അത് നോട്ട് ചെയ്തിരിക്കണം. അഥവാ അത് നോട്ട് ചെയ്യാതെ കോപ്പി ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ കോപ്പിയുടെയും പുറത്തെന്ന് പറയുന്നത് എവരി ഓഫീസർ ആൻഡ് എ കമ്പനിയും അതുപോലെ ഓരോ ഓഫീസേഴ്സും എന്തോ ചെയ്യണം? ഫൈൻ അടയ്ക്കാൻ, അതായത് പെനാൽറ്റി ആയിട്ട് 1000 രൂപ 1000 rupees ഓരോ കോപ്പിക്കും പുറത്തെന്തെന്ന് പറയുന്നത് ഈ പറയുന്ന പെനാൽറ്റി ആയിട്ട് അടയ്ക്കേണ്ടി വരും. അപ്പം ആൾട്ടറേഷൻസ് എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്ത കോപ്പികളിൽ നോട്ട് ചെയ്തിരിക്കണം, നിർബന്ധമാണ്. ഇല്ലെങ്കിൽ ഫൈൻ എന്ന് പറയുന്നത് കമ്പനി അതുപോലെ ഓരോ ഓഫീസറും എന്തോ പറയുന്ന 1000 രൂപ വെച്ച് ഫൈൻ അടയ്ക്കേണ്ടി വരും. ഓരോ കോപ്പിക്കും പുറത്ത്. അപ്പോൾ എത്ര കോപ്പി ഉണ്ടോ അത്രയും കോപ്പിക്ക് എന്താ പറയുക 1000 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇത്രയാണ് ആൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയിരിക്കുന്ന പോയിന്റ്സ്.